ഫ്രണ്ട്സ്, അപ്പോൾ ഈ വർഷത്തെ കടൽക്ഷോഭത്തിൽ വളരെ ശക്തമായിട്ടുള്ള തിരമാലകളാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഴയൊന്ന് തുറന്നപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ചെറായി ബീച്ചിലേക്ക് ഒന്ന് പോവാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തുടർച്ചയായ മഴ മൂലം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ കേരളത്തിലെ മിക്ക ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് ചെറായി ബീച്ച്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ കേരളത്തിൻ്റെ മിക്ക ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഈ കാണുന്ന മനോഹരമായ വഴിയിലൂടെയാണ് ചെറായി ബീച്ചിലേക്ക് എൻട്രൻസ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ പാലം കടന്ന് പോകുമ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡായിട്ട് കുറച്ച് വഞ്ചികളും അതുപോലെ കയാക്കിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. മഴയായതുകൊണ്ട് ഇപ്പോൾ അതൊന്നും തൽക്കാലം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്കിത് നേരെ കൂടി പോയി കഴിഞ്ഞാൽ ചെറായി ബീച്ച് എത്തും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ ചെറായി ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പട്ടിക്കൂട്ടനെ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കടലിൽ കയറി വന്നിട്ടുണ്ട്. 2 വർഷം മുമ്പൊക്കെ വളരെ വിശാലമായിട്ടുള്ള മണൽപ്പരപ്പുകളുള്ള ബീച്ചായിരുന്നു ഇത്. കടൽ കയറി ഇപ്പോൾ ആ കരിങ്കല്ല് വരെ എത്തിയിട്ടുണ്ട്. കാലവർഷമായി കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അടുത്തായിട്ട് വരെ എത്താറുണ്ട്. കടൽക്ഷോഭം എല്ലാ വർഷവും ഉണ്ടാകുമെങ്കിലും ഈ വർഷത്തെ കടൽക്ഷോഭമാണ് ഇത്തിരി ഭയാനകമായിട്ടുള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ കടൽക്ഷോഭം ആയതുകൊണ്ട് തന്നെ ഇവിടെ നീന്തുന്നതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടില്ലേ, അപകടകരമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും വിനോദങ്ങളൊക്കെ കർശനമായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെറായി ബീച്ചിൽ നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ കടൽക്ഷോഭം തന്നെയാണ്. ഞങ്ങളപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും 2 പേര് ഈ കല്ലൊക്കെ ഇറങ്ങിയെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തികച്ചും അപകടകരമായിട്ടുള്ള രീതിയിലുള്ളതാണ്. മാത്രമല്ല കല്ലുകളിലൊക്കെ അതേ കണ്ടില്ലേ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് തിരമാല കുറച്ച് ശക്തി കുറവാണ്. മിക്ക സമയത്ത് എന്തേ കണ്ടില്ലേ കടലിലെ ആ മണൽ തിരമാല കൊണ്ടുവന്ന് കരയിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയും ഉണ്ടാകാറുണ്ട്. മഴക്കാലമായതും അതുപോലെ തന്നെ കടൽക്ഷോഭമായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഇവിടെ തീരെ കുറവാണ്. അതുമാത്രമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അതുകൊണ്ട് മിക്കവരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം കടൽ തിരമാലകൾക്ക് ഏറ്റവും ശക്തി കൂടിയ സമയമാണ് ഈ മഴക്കാലത്തെ കടൽക്ഷോഭത്തുള്ളത്. അങ്ങനെ നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് മിക്കപ്പോഴും സഞ്ചരിക്കാറുള്ളത് പോലെ തന്നെ ചെറായി ബീച്ചിൽ നിന്ന് മുനമ്പുറം റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറായി ബീച്ച് പോലെ തന്നെ പ്രധാനമായ മറ്റൊരു ബീച്ചാണ് ഇവിടെ കാറ്റാടി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കാരണം കാണുന്ന വിശാലമായിട്ടുള്ള മണൽപ്പരപ്പിൽ വെച്ചിട്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മണൽ ബണ്ടുകളും അതുപോലെ തന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെയാണ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ സൈഡിലുണ്ടായിരുന്ന കരിങ്കൽ തകർന്നിട്ട് സൈഡിലേക്ക് വീണിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ തിരമാലകൾ അടിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല തിരമാലകളുടെ ശക്തി കുറക്കാനും അതുപോലെ റോഡുകളിലേക്ക് തിരമാലയുടെ ശക്തി എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചാക്കിൽ മണൽ കെട്ടി നിറച്ച് തട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പുലിമുട്ടുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഭീഷണി തന്നെയാണ് ഈ തിരമാല ഉയർത്തുന്നത്. ഇതാ കണ്ടില്ല, മണൽച്ചാക്കുകൾ അവിടെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ തിരമാലയുടെ ആ ഒരു ശക്തി കൊണ്ടിട്ട് മിക്ക ചാക്കുകൾ അവിടെ താഴെ വീണിട്ടുണ്ട്. ആ മണൽച്ചാക്കുകളുടെ അടുത്തായിട്ട് തന്നെയാണ് ഇതേപോലെ ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസ് കടലിൽ നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് തിരിച്ച് ഇവിടത്തേക്ക് തന്നെ ഇട്ടിട്ടുള്ളത്. മനുഷ്യൻ പ്രകൃതിയിൽ ഉപേക്ഷിച്ചത് പ്രകൃതി തിരിച്ച് മനുഷ്യനെ തന്നെ സമ്മാനിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ചില്ലുകുപ്പികളും അവിടെ ഇവിടെ പൊട്ടിക്കിടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. അതുമാത്രമല്ല ഈ ഒരു ബീച്ചിൻ്റെ തീരത്ത് ഒരുപാട് പക്ഷികളും അതുപോലെ 3 പ്രാവൊക്കെ ഇവിടെ അവർക്ക് ഭക്ഷണം തേടി നടക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അവർ വിചാരിച്ചു അവർക്കുള്ള ഭക്ഷണമായിരിക്കും. ഈ പ്രാവുകളെ പോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകളും ശക്തമായ മഴയിലും വീടുകളിലേക്ക് ഭക്ഷണം വാങ്ങാനായിട്ടൊക്കെ ജോലിക്കും ഭക്ഷണം തേടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞ ആ മണൽച്ചാക്കുകളാണ് ഇവിടെ ഒരു സൈഡ് ഇടിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ ആ മണൽച്ചാക്കിൻ്റെ സൈഡിലായിട്ട് ഒരു തുണി പോലെ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാറ്റാടിക്കടവ് ബീച്ചിൽ ഇതേപോലെയുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടുപുറകിൽ തന്നെയാണ് ഇതുപോലെ മണൽച്ചാക്കുകളൊക്കെ നിറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരമാലയുടെ ശക്തമായിട്ടുള്ള തിരയടി ഏറ്റിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഏകദേശം 2 മീറ്ററോളം മാറിയിട്ടാണ് തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ കുറച്ച് ദൂരം മാറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. കല്ലുകൊണ്ടുള്ള ഭിത്തി ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ തിരമാല അടിച്ചു വന്നിട്ടുണ്ട്. അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കടലിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ അടുത്തായിട്ട് കുറച്ച് വീടുകളിൽ താമസിക്കുന്ന പിള്ളേർ ഇവിടെ അവരൊരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കി അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതേപോലെ കടൽക്ഷോഭം നടക്കുന്നത്. എന്നാൽ കടൽ ഭിത്തിയുണ്ട്, തിരമാല ഇപ്പോൾ ശക്തി കുറവുമാണ്.
അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് രാവിലെയൊക്കെ ആകുമ്പോൾ തിരമാലയുടെ ശക്തി കൂടിയിട്ട് റോഡിൻ്റെ അപ്പുറം വരെയും വെള്ളം എത്താറുണ്ടെന്നാണ്. ഇപ്പോൾ ഇതേ കണ്ടില്ല, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തിര കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ജില്ലയിൽ മാത്രമല്ല മിക്ക ജില്ലകളിലും ആളുകൾ ബീച്ചിലും കാര്യങ്ങളും വിനോദങ്ങൾക്കൊക്കെ എത്തുമ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കടൽക്ഷോഭം വരുന്ന സമയത്ത് ഇതേപോലെ വലിയൊരു കൂമ്പാരമായിട്ട് കടൽ തിരിച്ച് കരയിലേക്ക് ഇടാറുണ്ട്. ഇതുകൊണ്ടുള്ള ദോഷമുണ്ടാകുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്കാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ദേ കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് മാത്രം ഇത്രത്തോളം വേസ്റ്റാണ് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതുപോലെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഇതുപോലുള്ളൊരു ബോർഡ് ഉണ്ടെങ്കിലും മിക്കവരും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ബാക്കിയുള്ള വേസ്റ്റൊക്കെ സ്പ്രെഡായിട്ട് തന്നെയാണ് ഇടാറുള്ളത്. അതുപോലെ തന്നെ ബീച്ചുകളിൽ നിക്ഷേപിക്കാറുണ്ട്. അങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ള വേസ്റ്റുകളാണ് കടൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന സെൽഫി സ്റ്റിക്കിൽ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടാണ് ഇതേപോലെ നമ്മൾ ഹൈറ്റിൽ വീഡിയോ എടുക്കുന്നത്. അപകടകരമായിട്ടുള്ള രീതിയിൽ ആരും ഇതേപോലെ ഈ കല്ലുകളിൽ കയറി നിന്നിട്ട് ഈ സമയത്തും ഫോട്ടോയും എടുക്കാതിരിക്കുക. കണ്ടില്ല, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് തിരമാലയുടെ കറക്റ്റ് ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കല്ലിന് തൊട്ടടുത്തായിട്ട് ഇതേ പുല്ലുകളൊക്കെ തിരമാലയുടെ ശക്തിയിൽ ഒരു ഭാഗത്തേക്കായിട്ട് ചരിഞ്ഞു വന്നിട്ടുണ്ട്. പലപ്പോഴായിട്ടുള്ള തിരമാല അടിയിൽ സംഭവിച്ചിട്ടുള്ളതാണിത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോവുകയാണ്. അവിടെ ഈ സൈഡിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ കുറച്ച് മരക്കൊമ്പുകളൊക്കെ ആയിട്ട് ഒടിഞ്ഞ് സൈഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്തെത്തിയപ്പോഴാണ് ഫുള്ള് മണൽ കൊണ്ട് റോഡ് മൂടിപ്പോയ അവസ്ഥ. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്കായി ഈ റോഡ് വഴി വരുവാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രയാസമായിരിക്കും. കാരണം ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളൊക്കെ കൊണ്ട് റോഡിൽ ഇങ്ങനെ ബെദറിക്കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. കാരണം ഒരുപാട് ഗ്ലാസ് കുപ്പികളും ചില്ലുകുപ്പികളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നടക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചേക്കുക. ഒരുപാട് കല്ലും മണ്ണും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഗ്ലാസ് വേസ്റ്റും ഒക്കെ കല്ല് വേസ്റ്റൊക്കെ ഒരുപാട് ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ തിരമാലയുടെ ശക്തിയിൽ ഒരു റോഡ് തന്നെ മൂടിപ്പോയ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 2 കിലോമീറ്ററോളം ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരത്തെ വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്ററോളം റോഡും ബീച്ചുമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1 മീറ്ററോളം വരുന്നുള്ളൂ ബീച്ചും റോഡും അതുപോലെ അതിൻ്റെ അടുത്തുള്ള വീടുകളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആയിട്ട് ഇതുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ കടൽ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടും മിക്കതും തകർന്ന് താഴേക്ക് വീണ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഈ റോഡിൻ്റെ ഇടത് സൈഡായിട്ട് ഒരുപാട് തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിക്കതും പകുതിയും തകർന്ന നിലയിലാണ് കാണുന്നത്. ഞാൻ പോയിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം ഭയങ്കര ശക്തിയായിട്ട് തന്നെ തിരമാലകൾ കരയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററോളം ഇതേപോലെ മണൽ കൊണ്ട് റോഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തിയിട്ടുണ്ട്. ഇത് ബീച്ച് റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്ന റോഡായിരുന്നു ഇത്. വാഹനങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവഴി വരുന്നത്. അതുമാത്രമല്ല, തിരമാലകളൊക്കെ വളരെ ശക്തിയായിട്ട് തന്നെയാണ് കരക്കായിട്ട് അടിക്കുന്നത്. ഇത് അതിൻ്റെ ഇപ്പുറത്തെ റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീതിക്കും ടാറിങ്ങും കറക്റ്റായിട്ടുള്ള റോഡ് തന്നെയാണ് നമുക്ക് അപ്പുറം കാണുവാൻ സാധിച്ചത്. പക്ഷേ മണൽ മൂടിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു ഒഴിഞ്ഞ പറമ്പുകൊണ്ട് അവിടെ നിന്ന് കല്ലിൻ്റെ മുകളിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ആരും കല്ലുകളിൽ കയറി നിന്ന് ഫോട്ടോഷൂട്ടിനും ഫോട്ടോഗ്രാഫിക്കും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, കടൽ തിരമാലകളൊക്കെ വളരെ ശക്തിയായിട്ട് തന്നെയാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ വർഷമാണ് ഏറ്റവും വലിയ രീതിയിലുള്ള നാശനഷ്ടവും കടൽക്ഷോഭവും ഉണ്ടായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കടൽ തീരങ്ങളെല്ലാം കവർന്നുകൊണ്ട് ഏകദേശം അതിർത്തിക്കല്ലിനോട് വരെ അടുത്തെത്തിയിരിക്കുന്നു തിരമാലയുടെ ശക്തി. ഫ്രണ്ട്സ്, അപ്പോൾ ആ സൈക്കിളിൽ പോകുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ ഈ ഒരു റോഡ് 1.5 കിലോമീറ്റർ റോഡിൽ മാത്രമേ ഇതേപോലെ മണലുകൾ നിറഞ്ഞിട്ട് നാശനഷ്ടമായിട്ടുള്ളൂ. ബാക്കി റൂട്ടുകൾ കുഴപ്പമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ മണൽ മൂടിക്കിടക്കുന്ന റോഡിലൂടെ തന്നെയാണ് തിരിച്ചും പോകേണ്ടത്. ജസ്റ്റ് ഈ വീഡിയോ കാണാനും ഇതിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതുവഴി വന്നത്. ഈ കാണുന്ന റോഡുകളിൽ മുഴുവൻ മണലുകളും വേസ്റ്റുകളും നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അടുത്തുള്ള വീടുകൾക്കും റിസോർട്ടുകൾക്കും കാര്യമായ രീതിയിലുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്.
ഈ മണൽ നിറഞ്ഞ റോഡുകളിൽ ചില ഭാഗത്തെത്തുമ്പോൾ മണ്ണ് വലിയ രീതിയിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ മണൽ കൂടുന്നുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു തട്ടുകട ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പഴയ ഫ്രിഡ്ജ് കമഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അത് തിരയടിയിൽ അത് നശിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനുഷ്യർ എന്തെല്ലാമൊക്കെയാണ് കടലിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതെല്ലാം ഒരു കാലത്ത് തിരികെ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ജില്ലയിലുള്ളത് മാത്രമല്ല, മിക്ക ജില്ലകളിലും ചിലപ്പോൾ വേറെ സംസ്ഥാനത്തിൽ നിന്ന് വരെ നിക്ഷേപിച്ചിട്ടുള്ള ഐറ്റംസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാസ്റ്റിക് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് അതെല്ലാം കടൽ തിരികെ കൊണ്ടുവന്നിടുന്നത് ഇതേപോലെ നിരപരാധികളായിട്ടുള്ള പ്രദേശവാസികളുടെ അടുത്താണ്. അതുമൂലം അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും രോഗങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ കടലിൽ നിക്ഷേപിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു മിഠായിയുടെ കവറുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതുപോലുള്ള സമയത്ത് കടലിൽ ഇത് തിരിച്ചു വരുന്നത് അതെല്ലാം കൂടി ഒരു കുന്നായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഓർക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വഴി ഇതാണ്. മണലുകൾ ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരുപാട് വലിയ അട്ടിയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഈ ഒരു വഴിയിലൂടെ വാഹനങ്ങൾ നടന്നും പോകാനായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കടൽക്ഷോഭം ശക്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് താൽക്കാലികമായിട്ട് ആരും വിനോദങ്ങൾക്ക് വേണ്ടിയോ ഫോട്ടോഗ്രാഫി എടുക്കാനോ ഇങ്ങോട്ടേക്ക് വരരുത് എന്നാണ് ചെറിയൊരു അഭ്യർത്ഥന. ഇനി റോഡിലെ വേസ്റ്റുകളും മണലുകളും മാറ്റി പഴയൊരു ഇതിലേക്ക് മാറണമെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും എന്നാണ് തോന്നുന്നത്. അതാണ്ട് ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ റോഡിൻ്റെ 2 സൈഡായിട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ചിതറി കിടക്കുന്നത്. അങ്ങനെ ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഇതേപോലെ മണലുകളും വേസ്റ്റുകളും നിറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മണലുകളില്ല. അതുമാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും ബീച്ചും ഇവിടുത്തെ പ്രദേശങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തിരമാല ഈ ഒരു സൈഡിലേക്ക് എത്താതിരുന്നത്. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ബീച്ചായിട്ടുള്ള ചെറായി ബീച്ചിലെ താൽക്കാലികമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മുൻകരുതൽ എല്ലാവരും എടുത്ത് സേഫായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം.